ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2 ആഴ്ചയോളമായി വീഡിയോ ചെയ്തിട്ട് അത് തന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ടോ. കാര്യം ഞാൻ ഹോസ്പിറ്റലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വലിയൊരു താങ്ക്സ്. പിന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ചുമ്മാ ജസ്റ്റ് പറയുകയല്ല കേട്ടോ. ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ജീവൻ വരെ നഷ്ടമാകാം എന്നുള്ളൊരു സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോയത്. അപ്പോൾ അതിന് എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടത്, എന്താണ് ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവസാനം വരെ മനസ്സിലാക്കുക. കാര്യം ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മളുടെ ജീവനെ നിലനിർത്തുക. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം. സത്യത്തിൽ ആ സമയത്ത് എന്തോ എന്നെ കൊണ്ട് അങ്ങനെ തോന്നിച്ചത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരുടെ ജീവിതത്തിലേക്ക് വേണമെങ്കിൽ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് ഈ വീഡിയോയ്ക്ക് കൊടുത്തത്. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ക്രൈം സ്റ്റോറി ചെയ്ത് പോയാൽ മതിയല്ലോ എന്ന്. പിന്നെ വിചാരിച്ചു ഇങ്ങനൊരു കാര്യം ജീവിതത്തിൽ നടന്നപ്പോൾ അത് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനൊരു അനുഭവം കേൾക്കുമ്പോൾ. കാരണം എനിക്കിത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത്. ബാക്കി പല പ്രിക്കോഷൻസും നമ്മൾ എടുക്കും ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാനുള്ളൊരു ടിപ്പ് കിട്ടും. പക്ഷെ ഇതിനങ്ങനെ ഒരു അവയർനെസ് എനിക്കുണ്ടായിരുന്നില്ല. ഈ ഇങ്ങനൊരു സംഭവം വരുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അറിവ് ഉണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ നിങ്ങളാവരുത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് വേണം. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാനുള്ളൊരു കഴിവ് വേണം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായി മനസ്സിലാക്കണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് സംഭവം, ഇങ്ങനെ വന്നാൽ ഇന്നത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ മാസം 13-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട്, നമുക്ക് വീഡിയോ എടുക്കുന്ന ജോലി യൂട്യൂബിൻ്റെ ആ ജോലി ഉണ്ട്. അതുകൂടാതെ എനിക്ക് വേറൊരു ജോലിയും കൂടി ഉണ്ട്. ഒരു ഫേമിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിയെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആയ സമയത്ത് ഞാൻ ജസ്റ്റ് ടൗണിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് വീടിനടുത്തുള്ള ടൗണിലേക്ക് പോയി. അവിടെ പോയി ഒരു കൂട്ടുകാരനെ കാണുന്നുണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് കുറച്ച് അവിടെ പോയി ചായ കുടിച്ച് ജസ്റ്റ് അവിടുത്തെ വാങ്ങാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ മേടിച്ചിട്ട്, വീട്ടിലൊരു വലിയ പട്ടിയുണ്ട് കേട്ടോ. ആ പട്ടിക്ക് ഫുഡ് മേടിക്കണം. അപ്പം ആ പട്ടിക്കുള്ള ഫുഡൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാവും ഈവനിങ്. അങ്ങനെ 6:30 വീട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിൽ കയറി നോക്കുന്ന സമയത്ത് എൻ്റെ തല ഒന്ന്, അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ തല ജസ്റ്റ് ഒന്ന് കറങ്ങാനായി തുടങ്ങി. കറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ തലചുറ്റലുണ്ടാവില്ലേ, അതുപോലല്ല, ഇതൊരു വേറൊരു രീതിയിൽ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും തല കറങ്ങുന്നുണ്ട്. എനിക്കൊരു അവ്യക്തത ഫീൽ ചെയ്തു. അപ്പം ഞാൻ അത് കാര്യമാക്കിയില്ല. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് പിന്നെ എനിക്ക് 33 വയസ്സാണ് പ്രായം. അപ്പോൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തെ പ്രായം എന്നൊക്കെ പറയുമ്പോൾ ഈ 33 വലിയൊരു പ്രായമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തലകറക്കം വന്നായിരിക്കും എന്ന് വിചാരിച്ച് ശരി ഇത് കാര്യമാക്കാതെ ഞാൻ കുളിച്ച് വീട്ടിൽ ഇരുന്നു. കുഴപ്പമില്ല, അതിങ്ങനെ ഇരുന്നു. എന്നിട്ട് വൈകുന്നേരത്തെ ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോയ സമയത്ത് കിടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റണില്ല. എൻ്റെ ഈ കൈയും അതുപോലെ തന്നെ കാലും ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. വിറയ്ക്കാന്ന് പറയുമ്പോൾ ഞെട്ടില്ലേ, നമ്മൾ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ആ ഒരു ഫീൽ, ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ആവുക. ഈ കൈയും ആവുന്നുണ്ട്, കാലും ആവുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. വേദനയൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ ഉറങ്ങാൻ പറ്റാത്തതെന്ന് വിചാരിച്ചിട്ട് കുറേ സമയം നോക്കി. അവസാനം ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയായപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് എന്തോ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, ഏതാ സംഭവം എന്നറിയില്ല എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഡോക്ടറിനെ കാണാൻ പോകണോ, രാത്രിയിൽ പോകണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുമ്പോഴേക്കും സമയം രാത്രി 12 മണിയായി. 12 മണി വരെ ഉറങ്ങാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 12 മണിയായപ്പോൾ ശരി എന്തായാലും പോവാന്ന് വിചാരിച്ചിട്ട് ബൈക്ക് എടുക്കാനായിട്ട് ബൈക്കിൽ കയറി നിൽക്കുമ്പോൾ കറങ്ങുന്നു, തല മൊത്തം കറങ്ങുന്നതുകൊണ്ട് ബൈക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ച് പരിചയമുള്ളൊരു ചേട്ടനെ ഓട്ടോ വിളിച്ചു. ആ ചേട്ടൻ വന്നു. ആ ഓട്ടോയിൽ കയറിയിട്ട് അറിയുന്ന ടൗണിലെ ഒരു ചെറിയൊരു ക്ലിനിക്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുകൊണ്ട് അവിടെ നിന്ന് ഗ്ലൂക്കോസ് എന്തൊക്കെ കയറ്റി ചെറിയൊരു മെഡിസിൻ തന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇനി എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ ന്യൂറോ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞ് അവർ വിട്ടാക്കി. ശരി പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടും ഈ കൈയിൻ്റെ ഈ വിറക്കൽ നിൽക്കുന്നില്ല, വീണ്ടും അതേ രീതിയിൽ തന്നെ വിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ടെൻഷനായി. കാര്യം ഇത് മാറിയില്ലല്ലോ. നമ്മൾ മാറണം വേണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച് മെഡിസിനൊക്കെ കഴിച്ചിട്ട് മാറിയിട്ടില്ല എന്നാവുമ്പോൾ നമുക്ക് ടെൻഷൻ ആവില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് എനിക്കിങ്ങനെ കൈ വിറയ്ക്കുന്നുണ്ട്, കാല് ഈ രീതിയിൽ വിറയ്ക്കുന്നുണ്ട്, തല ഇറങ്ങുന്നുണ്ട്,
അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ സംസാരവും കിട്ടുന്നില്ല. അതായത് നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യാസം. നമുക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പോലെ ആ ഒരു കാര്യം ഞാൻ മനസ്സിലായി എനിക്ക്. അപ്പം അതും കൂടി ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിൽ നോക്കി എന്തായിരിക്കും കാര്യം എന്ന രീതിയിൽ പല രീതിയിൽ നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ അതിൽ പറയുന്നത് എനിക്ക് ബ്ലഡ് ക്ലോട്ടായാൽ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് എന്നിൽ കാണിക്കുന്നതെന്നാണ്. അതായത് തലയിൽ ബ്ലഡ് ക്ലോട്ടായി സ്ട്രോക്ക് ആയിരിക്കും എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മളിവിടെ അടുത്ത് വേറൊരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയിൽ തന്നെ പോകണം ഇനി അങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് വേണ്ടതെല്ലാം രാവിലെ വരെ നോക്കാമെന്ന് വിചാരിച്ച് രാവിലെ ആയപ്പോൾ എൻ്റെ കാല് നന്നായിട്ട് എനിക്ക് നടക്കാൻ കിട്ടുന്നില്ല. കൈ കുഴയാൻ തുടങ്ങി, കാലും കുഴയാൻ തുടങ്ങി. ലെഫ്റ്റ് കാല്, റൈറ്റിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ സംസാരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ട്, നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട്, വീട്ടിൽ കാറില്ല, അതുകൊണ്ട് കൂട്ടുകാരനെ കാറുള്ളൂ, ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവൻ്റെ കാറിലുകൊണ്ട് വേഗം വരാൻ പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ കാറിൽ കയറിയിട്ട് നേരെ ആ വലിയ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഇന്നതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും തോന്നുന്നത് സ്ട്രോക്ക് വന്നായിരിക്കും എന്നാണ്. ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടാവും തലയിലെ ഒരു ഭാഗത്ത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. എന്തായാലും അവർ MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നോട് MRI സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് പറഞ്ഞു ക്ലോട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അവയെ പെട്ടെന്ന് പേടിച്ചു പോയി. കാര്യം എനിക്ക് സംസാരിക്കാൻ വ്യക്തമായിട്ട് കിട്ടുന്നില്ല, നടക്കാൻ കിട്ടുന്നില്ല. പെട്ടെന്ന് ICUലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവർ ICUലേക്ക് മാറ്റി. പിന്നെ ട്രീറ്റ്മെന്റിന് സ്റ്റാർട്ട് ചെയ്തു. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു സിംറ്റംസ് ആദ്യം കണ്ട സമയത്ത് തന്നെ ഫസ്റ്റത്തെ 3 മണിക്കൂറിനുള്ളിലോ മറ്റോ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണെങ്കിൽ ഒരു ഇഞ്ചക്ഷനോട് കൂടി ഈ അസുഖം നമുക്ക് ഒരു പരിധി വരെ ഓക്കെ ആക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം ഞാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും, അതായത് 3 ദിവസം ICUയിൽ കിടന്നു, അതിനുശേഷം റൂമിൽ ഒരു 3-4 ദിവസം കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ ക്ലോട്ട് ആയിട്ടുണ്ട് എങ്കിലും ഒരുപാട് ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് റിക്കവർ ആയിട്ട് വരാൻ പറ്റി. കൈയൊക്കെ പഴയ പോലെ ആയി, കാല് നടക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായി. ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് ഈ സിംറ്റംസ് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇന്നതായിരിക്കാമോ എനിക്ക് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റണമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ എന്താ കൈ വരയ്ക്കുന്നത്, കാല് വരയ്ക്കുന്നത്, നമുക്ക് ഡോക്ടറെ പോയി, ചെറിയ ഹോസ്പിറ്റലിൽ പോയി, ക്ലിനിക്കിൽ പോയി കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെറിയ ക്ലിനിക്കിൽ പോയി കണ്ടതാണ്. പക്ഷെ അങ്ങനെ ആരും ചെയ്യരുത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസിലെ തലകറക്കം, പെട്ടെന്ന് കൈ കുഴഞ്ഞു പോവുക, സംസാരിക്കാൻ കഴിയാതെ ആവുക, കാലിന് അധികമായിട്ടുള്ള നമ്മൾ വിചാരിച്ച അവിടെ കാല് നിൽക്കില്ല, നമ്മൾ നടക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾക്ക് എന്തോ ക്ലോട്ട് ആയിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. എനിക്കിപ്പോ റീസൺ പറഞ്ഞത്, ശരിക്കും ഈ പ്രായത്തിൽ ഇത് വരാറില്ല. ഒരു 33 വയസ്സിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാറില്ല സാധാരണ രീതിയിൽ. ഒരു 45 വയസ്സിന് ശേഷം 55 വയസ്സിന് ശേഷമുള്ളതൊക്കെ ഇങ്ങനെ വരാനുള്ളൂ. എനിക്ക് ഹൈപ്പർ ടെൻഷൻ ആണെന്നാണ് പറയുന്നത്. BP വളരെയധികം കൂടിയിട്ട് ഹൈപ്പർ ടെൻഷൻ ആയിട്ടാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആർക്കെങ്കിലും ഇങ്ങനെ പ്രായം ചെന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഇങ്ങനൊന്നും വരാതിരിക്കട്ടെ. ഇനി അറിയുന്ന ആർക്കെങ്കിലും വരികയാണെങ്കിൽ, സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഒരാൾ സിംറ്റംസ് പറയുകയാണെങ്കിൽ അയാൾക്ക് ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ എത്തണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു റിക്കവറി സാധ്യമാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഒരു 10-15 ദിവസത്തിനുള്ളിൽ റിക്കവർ ആയിട്ട് വന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഏജിന്റെയും, പിന്നെ അത് എല്ലാവർക്കും പോസിബിളും അല്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. പെട്ടെന്ന് നമുക്ക് ആളിനെ ഒന്നുമില്ലെങ്കിൽ ഇല്ലാതാവും, മരിച്ചു പോകാം. രണ്ടാമതാണെങ്കിൽ തളർന്ന് കിടക്കാം, എപ്പോഴും സംസാരിക്കാൻ കഴിയാതെ, കണ്ണ് തുറക്കാൻ ചിലപ്പോൾ ഒരു കണ്ണടഞ്ഞു പോവും, പിന്നെ കൈയെല്ലാം തന്നെ കുഴഞ്ഞു പോവും, നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോവും. ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ അങ്ങനെ കിടക്കേണ്ടി വരും. ചിലപ്പോൾ വർഷങ്ങൾ കിടക്കേണ്ടി വരും, ചിലപ്പോൾ മാസങ്ങളായിരിക്കാം. ഇതൊക്കെ ഓരോ ആളുകളുടെ ശാരീരിക പ്രകൃതി അനുസരിച്ച് അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്. ചിലവർ റിക്കവർ ആയിട്ട് വരികയും ചെയ്യും, അങ്ങനെയുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കിതിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനൊന്ന് വന്നപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാൻ എനിക്ക് തോന്നിയില്ല. നമ്മൾ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിയപ്പോഴാണ് ഒരു പക്ഷേ ഇതിന്റെ സിംറ്റംസ് ഇതൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാനായി കഴിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക.
കാരണം ഇതൊരു സീരിയസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ICUയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും പ്രായം ചെന്ന ആളുകളായിരുന്നു. അത്യാവശ്യം നല്ല ഏജിലുള്ള ആൾ, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രായത്തിലുള്ള ഒരാൾ. അപ്പോൾ പക്ഷെ ഇത് ആർക്ക് വേണമെങ്കിലും വരാമെന്നും പറയുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളെ എന്തെങ്കിലും അവിടെ ചെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് ICUയിൽ, വീട്ടില് വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അച്ഛനോ അല്ലെങ്കിൽ ചാച്ചനോ ബന്ധുക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഇല്ല, ആർക്കും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണോ ചോദിച്ചു. ഞാൻ അങ്ങനെ നന്നായി മദ്യപിക്കുന്ന ആളല്ല. അപ്പോൾ ആ രീതിയിലും അല്ല. ഇനി സ്മോക്ക് ചെയ്യുന്ന ആളാണോ ചോദിച്ചു. അപ്പം അതും അല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് അതൊന്നും ഒരു റീസൺ അല്ല. ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷനാണ് എന്നത് മാത്രമാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ടുള്ളത്. ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആർക്കാ ടെൻഷൻ ഇല്ലാത്ത, എല്ലാവർക്കും ജീവിതവുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നോർമലി ഉള്ള ടെൻഷൻ, ഞാൻ കുറച്ച് ടെൻഷൻ കൂടുതലായിട്ട് അടിക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിലും. പൊതുവേ എനിക്ക് കുറച്ച് പേടി കൂടുതലാണ്. പക്ഷെ എന്നാലും അതുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ആലോചിച്ചിട്ടും അല്ലെങ്കിൽ നാളെ എന്താവുമെന്ന് ആലോചിച്ചിട്ടും പണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്കിത് വന്നു എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് ഹോസ്പിറ്റലിലേക്ക് പോയത് കൊണ്ട് ഇപ്പോൾ ഓക്കെ ആയി. ഇനി അതിൽ ലേറ്റ് ആയതാണെങ്കിൽ ഇതിനേക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയേനെ. ഒരു പക്ഷേ റിക്കവർ ആകാൻ പോലും പറ്റില്ല. എനിക്ക് കൈയൊന്നും അനക്കാനേ പറ്റില്ലായിരുന്നു. ഞാൻ നമ്മളുടെ കൈക്ക് നോക്കിയിട്ട് കൈ ഇങ്ങനെ നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ കൈ മടക്കണം എന്ന് വിചാരിച്ചു, മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്നിട്ട് കയ്യിലേക്ക് നോക്കുമ്പോൾ ആവണേ ഇല്ല, പറ്റണേ ഇല്ല. അവസാനം ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് മടക്ക് 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 എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ ആക്കാനേ പറ്റണില്ല. നമ്മളുടെ കൈയും കാലും പോലും നമ്മൾക്ക് സ്വന്തമല്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാലനക്കാൻ പറ്റുന്നില്ല, എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. നടക്കാൻ പോലും പറ്റില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആയിപ്പോവോ വിചാരിച്ചു. കാര്യം ഇങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ? നമ്മളുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ആവശ്യങ്ങൾ പോലും നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുക പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീട്ടുകാർക്ക് തന്നെ അവസാനം നമ്മളൊരു ശല്യമായിട്ട് മാറും. അപ്പോൾ എന്താ അതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക, വേഗം പോവുക. ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക, ഇതാണെന്ന് പറയുക, MRI സ്കാൻ എന്താ വെച്ചിട്ട് കൺഫേം ചെയ്യുക, ശേഷം ട്രീറ്റ്മെന്റ് നോക്കുക. ഫസ്റ്റ് എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഫസ്റ്റത്തെ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആലോചിച്ചിരിക്കരുത്. സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, നിങ്ങൾ അറിയാതിരിക്കരുത്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയണം. ഞാൻ ക്രൈം സ്റ്റോറി ആയിട്ട് തുടർന്ന് അങ്ങോട്ട് അടുത്ത വീഡിയോയിൽ വരാം. വളരെ പെട്ടെന്ന് തന്നെ വരാം, അധികം ഡിലേ ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് സംസാരിക്കാൻ വലിയ കുഴപ്പമില്ല. ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വാക്കുകൾ പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം സംസാരിക്കാൻ കുഴപ്പമില്ല, നടക്കാൻ കുഴപ്പമില്ല, ഒന്നും മൊബൈൽ ഫോൺ ആണെങ്കിലും എന്താണെങ്കിലും പിടിക്കാൻ ജസ്റ്റ് കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോ ചെയ്യാട്ടോ. എന്തായാലും എന്നെ ഇത്രയധികം ആളുകൾക്ക് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റിലൂടെയും അല്ലാതെ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, തിരിച്ചറിയണം. ഓക്കെ, എനിക്കിത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. അത് നമ്മൾ ഒരു പക്ഷേ ക്രൈം സ്റ്റോറി ചെയ്യുന്നത് അതിൽ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എങ്കിലും ഇതും വലിയൊരു ഇൻഫർമേഷനാണ്. അതെനിക്ക് മനസ്സിലാക്കി തരാൻ തോന്നി, കാരണം ഞാൻ അങ്ങനെ അറിയാതിരുന്ന ഒരാളല്ലേ. ഓക്കെ, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം, വളരെ പെട്ടെന്ന് വരാം. എല്ലാവർക്കും വീണ്ടും താങ്ക്സ്.